നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററി പിൻവലിച്ച് സംവിധായകൻ. യൂട്യൂബിലൂടെ പുറത്തിറക്കിയ യുവതയോട് അറിയണം പിണറായി എന്ന ഡോക്യുമെന്ററിയാണ് സംവിധായകൻ KR സുഭാഷ് പിൻവലിച്ചിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരൻ എന്താണെന്ന് യുവതലമുറ അറിഞ്ഞിരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഡോക്യുമെന്ററി നിർമ്മിച്ചതെന്നും എന്നാൽ പിണറായി വിജയൻ ഒരു സഖാവല്ല എന്ന തോന്നൽ ഉണ്ടായതാണ് പിൻവലിക്കാൻ കാരണമെന്നും സുഭാഷ് വ്യക്തമാക്കിയിരിക്കുകയാണ്. യൂട്യൂബിൽ നിന്ന് പിൻവലിച്ച ഡോക്യുമെന്ററിക്ക് 75 ലക്ഷത്തിലേറെ വ്യൂസ് ആണ് ലഭിച്ചിരുന്നത്. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് പിണറായിയെ ബ്രാൻഡ് ചെയ്യുകയെന്ന ഉദ്ദേശത്തോടെയായിരുന്നു ഡോക്യുമെന്ററി നിർമ്മിച്ചത്. ഒരു മനുഷ്യനിലെ കമ്മ്യൂണിസ്റ്റുകാരൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത്തരത്തിലൊരു ഡോക്യുമെന്ററിക്ക് പ്രസക്തിയില്ല എന്നും AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ലേബലിലായിരുന്നു ഡോക്യുമെന്ററി നിർമ്മിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രൊഫസർ MK സാനുവാണ് പ്രകാശനം നിർവഹിച്ചത്. 32 മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററിയുടെ അന്നത്തെ സംവിധായകൻ മന്ത്രി P രാജീവ് ആയിരുന്നുവെന്നും R സുഭാഷ് പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ പേരിൽ മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും ഇടതുമുന്നണി കൺവീനർക്കുമെതിരെ സംസ്ഥാന ജില്ലാ കമ്മിറ്റിയിൽ അതിരൂക്ഷ വിമർശനമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയിലും സർക്കാരിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ട് എന്ന് കരുതിയിരുന്ന പ്രാധാന്യം നഷ്ടമായി എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ പൊതുവിലയിരുത്തലെന്നും അദ്ദേഹം പറഞ്ഞു. ഭൂരിഭാഗം ജില്ലാ കമ്മിറ്റികളിലും മുഖ്യമന്ത്രിയുടെ പെരുമാറ്റ രീതിക്കും പ്രവർത്തന ശൈലിക്കും അതിന് കുടപിടിക്കുന്ന സംസ്ഥാന സെക്രട്ടറിക്കുമെതിരെ അതിരൂക്ഷ ആക്രമണമാണ് ഉണ്ടായത്. പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയായി 1/4 നൂറ്റാണ്ടിനു ശേഷം പാർട്ടിയിൽ ഉയരുന്ന ഈ ചോദ്യം ചെയ്യൽ ശേഷി ശുഭസൂചകയാണ് അണികൾ കാണുന്നത്. EP ജയരാജനെ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന വികാരവും പാർട്ടിയിൽ ഇപ്പോൾ ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്.